നമ്മുടെ ദിവ്യ ചേച്ചി എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, എൻ്റെ പ്രായമാണോ എനിക്കറിയില്ല. എന്തായാലും മാഡം, ദിവ്യ മാഡം അല്ലാതെ IAS ഒക്കെ ആണല്ലോ, ഒരു ഡോക്ടറാണ്, IAS ആണ്. ആരിഫ് ഹുസൈനെ പോലെ ഹോമിയോ വ്യാജവൈദ്യം അല്ല, നല്ല ഒന്നാന്തരം ഇംഗ്ലീഷ് മെഡിസിനാണ്. അപ്പോൾ നമ്മുടെ ദിവ്യ മാഡത്തിൻ്റെ ജിഹാദ് പഠിപ്പിക്കലിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്, ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. അല്ല പ്രിയ ദിവ്യ മാഡം, ഇത് എവിടെന്നാ ഇത് ആരെയാ വെളുപ്പിക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഇതാരെയാണ് ഒരു IASകാരി, ഇതാരെയാണ് വെളുപ്പിക്കുന്നതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? താങ്കൾക്ക് ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയതാ? ഏത് മദ്രസ പഠിത്തം പഠിപ്പിച്ചതെന്നാ? ജിഹാദ് എന്ന് പറഞ്ഞാൽ പോരാടുകയോ ആളുകളെ കൊല്ലുകയോ ഒന്നും അല്ല അർത്ഥം. പിന്നെന്താ? സ്നേഹിച്ചുമ്മ വെക്കുക എന്നുള്ളതാണ് അർത്ഥം. എല്ലാവരും സ്നേഹിക്കുക, എന്തോ യാതന അനുഭവിക്കുക, അല്ല അനുഭവിപ്പിക്കുകയല്ല, അനുഭവിക്കുക. ഇതൊക്കെയാണ് ജിഹാദിൻ്റെ അർത്ഥം. എൻ്റെ പൊന്ന് ദിവ്യ മാഡം, ഞാൻ ആരിഫ് ഹുസൈനോട് പറഞ്ഞു തന്നെ താങ്കളോടും പറയുക, അറിയാത്ത പണിക്ക് നിൽക്കരുത്. ഓക്കെ? എന്തായാലും ജിഹാദ് എന്നുള്ളതിൻ്റെ അർത്ഥം ഖുറാനിൽ പറയുന്നതാ. ഇവർ പറയുന്ന ജിഹാദ് എനിക്ക് തോന്നുന്നത് ഏതോ സന്യാസികളുടെ ജിഹാദ് കണ്ടാന്ന് തോന്നുന്നു, ഖുറാനകത്തെ ജിഹാദല്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണമായ ഖുറാനിലെ ജിഹാദ് എന്താണെന്ന് ഖുറാൻ വായിച്ചാൽ അത് വേറെ എങ്ങും പോകണ്ട. ഖുറാനിലെ 25-ാമത്തെ സൂറത്ത് ഫുർഖാനിലെ 52-ാമത്തെ ആയത്ത്, അതിനാൽ കാഫറുകളെ നീ ഇനി അനുസരിച്ചു പോകരുത്. ഈ കാഫർ എന്ന കൂട്ടത്തിൽ ഈ പറയുന്ന സേച്ചി അടക്കം പെടും. ഈ ദിവ്യ സയ്യർ എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം കാഫിറാണ്, ഒരു മുശ്രിക്കാണ്. അപ്പോ ഇതിനെ കാഫറുകളെ നീ അനുസരിച്ചു പോകുന്നത്. മുസ്ലിങ്ങളെ നിങ്ങൾ ദിവ്യ അടക്കമുള്ള കാഫറുകളെ അനുസരിക്കരുത്. ജില്ലാ കളക്ടറായിട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി നിങ്ങൾ ഓർഡർ ഇട്ടാലേ ഞമ്മന്റെ മക്കൾ അനുസരിക്കൂലെന്ന്. കാര്യം എന്താ? നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും ഒക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ദിവ്യ IAS എന്ന് പറയുന്നതിന് IAS IPS ഒന്നും ഇല്ല, കാഫിർ അത് മാത്രമേ ഉള്ളൂ. അതിപ്പോ IASകാരെ താങ്കളാണെങ്കിലും ശരി, അവിടെ മുറ്റത്ത് നിൽക്കുന്ന താങ്കളുടെ ഡഫേദാറാണെങ്കിലും ശരി, രണ്ടുപേരും കാഫിറാണ്. അല്ലാതെ IASും ഡഫേദാറും എന്നുള്ള വ്യത്യാസമൊന്നും അവിടെ ഇല്ല. അപ്പൊ അതിനാൽ കാഫിറുകള് നീ അനുസരിച്ച് പോരുത്. അപ്പൊ പേഴ്സണൽ സ്റ്റാഫിൽ കോയകൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ, അവർ നിങ്ങൾ അനുസരിക്കാൻ വഴിയില്ല കേട്ടോ. ഓക്കെ, ഇതുകൊണ്ട് അത് ഖുറാനാണെന്നാണ് പറയുന്നത്. ബ്രാക്കറ്റ് ഇട്ടാലേട്ടോ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഇതെന്താണെന്ന് ഇന്ന് വരെ മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ബ്രാക്കറ്റിൽ അങ്ങ് ഇട്ട് ഒപ്പിക്കുക. കാരണം മുഹമ്മദ് എന്താ പറയുന്നത് മുഹമ്മദിന് പോലും അറിയില്ല, പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് അറിയുന്നത്? അപ്പൊ ഇതുകൊണ്ട് അത് ഖുറാൻ കൊണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, ഖുറാൻ എങ്കിൽ ഖുറാൻ. നീ അവരോട് വലിയൊരു ജിഹാദ് നടത്തിക്കൊള്ളുക, ഒരു വലിയ മുട്ടക്കാട്ടൻ ജിഹാദ് നടത്താനാണ് പറയുന്നത്. ഈ ജിഹാദ് എന്താ? ഈ നടത്താൻ പറഞ്ഞ ജിഹാദ് എന്താ? അതറിയണമെങ്കിൽ മുഹമ്മദിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന മുഹമ്മദിന്റെ സഹാബിയായ ഇബ്നു അബ്ബാസ് ഈ ആയത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട്. ഏറ്റവും വലിയ മുഫസ്സിറുകളിൽപ്പെട്ടാണ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത്. ആ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കിയാൽ ദിവ്യ മാഡത്തിന്റെ സകല സംശയം അങ്ങ് മാറിക്കിട്ടും. ഈ ആയത്തിനെ കുറിച്ച്, ഈ ആയത്തിന്റെ അർത്ഥമായിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ ഒബേ നോട്ട് ദ ഡിസ്ബിലീവേഴ്സ്, കാഫറുകളെ അനുസരിക്കരുത്. അത് ഖുറാന്റെ ആയത്ത്. അതിന്റെ അർത്ഥം, അബു ജഹൽ ആൻഡ് ഹിസ് ഹോസ്റ്റ് റിഗാർഡിംഗ് ഹാറ്റ് വിച്ച് ദേ ആസ്ക് ഓഫ് യു. അബൂ ജഹൽ അടക്കമുള്ള കാഫറുകളെ നിങ്ങൾ അനുസരിക്കാൻ നിൽക്കരുത്. ബട്ട് സ്ട്രൈവ് അഗെയിൻസ്റ്റ് ദം ഹിയർ വിത്ത്, ഇതുമായി നിങ്ങൾ അവരോട് സ്ട്രൈവ് ചെയ്യുക, ജിഹാദ് ചെയ്യുക, ഒരു പോരാട്ടം നടത്തുക. മീൻസ് ഓഫ് ദ ഖുറാൻ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഖുറാനെ കുറിച്ചാണെന്ന് പറഞ്ഞത് ആരാ? ഈ പറയുന്ന ഇബ്നു അബ്ബാസ് ആണ്. വിത്ത് എ ഗ്രേറ്റ് എൻഡവർ, മഹത്തായ ഒരു ജിഹാദ് ചെയ്യുക. ബൈ ദ സ്വേർഡ്, ബൈ മീൻസ് ഓഫ് ഖുറാൻ എന്നുള്ളതിന്റെ അർത്ഥം ബൈ ദ സ്വേർഡ് ആണ്. വാളുകൊണ്ടാണ് നിങ്ങൾ ജിഹാദ് നടത്തേണ്ടത്. ഈ വാളുകൊണ്ട് നടത്തുന്ന ജിഹാദിനെ ചേച്ചി എന്താ പറഞ്ഞേ? വാളുകൊണ്ട് കാഫറുകളോട് നടത്തുന്ന ജിഹാദിനെ കുറിച്ച് ദിവ്യ ചേച്ചി വായിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. നല്ല കാര്യമാണ്. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം
സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം. അല്ല, എന്തുകൊണ്ട് സമരം ചെയ്യണമെന്നാ പറഞ്ഞേ? ദിവ്യ ചേച്ചി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ SFIക്കാരും KSUക്കാരൊക്കെ കല്ലെറിയുന്ന സമരം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ആ സമരം അല്ല കേട്ടോ, നമ്മുടെ TP-കിട്ട് കിട്ടിയ വെട്ടില്ലേ, ആ സമരത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യത്തേക്ക് ചെയ്യുന്ന ഒന്നല്ല, നിരന്തരമായിട്ട് ചെയ്യേണ്ടുന്ന ഒന്നാണ്. അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ജിഹാദ് എന്ന് പറയുന്നത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയൊന്നും അല്ല കളക്ടറുടെ, നിരന്തരമായിട്ട് ഡെയിലി ചെയ്യേണ്ട ഒന്നാണ്. ഒരു പക്ഷെ യാതന എന്നുള്ളതാണ്. യാതന ആർക്കാ യാതന? ജിഹാദ് കിട്ടുന്നവനാ യാതന എന്നുള്ളതല്ല ജിഹാദ്. അല്ല, ഈ വാളുകൊണ്ട് ജിഹാദ് നടത്തിയ, വാളുകൊണ്ട് പോരാടിയാൽ ആരും നശിക്കില്ലല്ലേ? നിങ്ങൾ എന്ത് വാളായി ഉദ്ദേശിക്കുന്നത്? ഈ വെള്ളമടിച്ചിട്ട് വെക്കുന്ന വാള് വല്ലതും ആണോ? അതുവരെ ആളുകൾ നശിക്കും ചിലപ്പോൾ. അതോ ഇനി സിനിമാക്കാർ ഉപയോഗിക്കുന്ന വെട്ടിയാൽ മുറിവേക്കാത്ത വാള് കൊണ്ട് ജിഹാദ് നടത്താനാണോ? അതിന് സിനിമ നമുക്ക് ഹറാമോ? അപ്പം അതുമല്ല. എന്തിനാണ് ദിവ്യ മാഡം ഈ കിടന്ന് ഉരുളുന്നത്? ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെ ഭീകരവാദികൾക്ക് പരവതാനി വിരിക്കാൻ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? നിങ്ങളൊരു ഭരണഘടനാ സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഭരണഘടനയോട് ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നടത്തുന്ന ഓത്ത് തന്നെ അതാണ്. ആ ഓത്തിന് വിരുദ്ധമായിട്ട് നുണ പറഞ്ഞുകൊണ്ട് ഖുറാനിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടാണ് നടത്തേണ്ടതെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ, ഖുറാനിൽ അത് അടിവരയിട്ട് പറയുമ്പോൾ, ആ ഭീകരപ്രവർത്തനത്തെ, ആ വാള് കൊണ്ട് നടത്തുന്ന ടെററിസത്തെ വെള്ളപൂശാനും ആ ടെററിസം ശരിയാണെന്ന് പറയാനും നുണ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടത്തുന്നത് ശരിയാണോ? എൻ്റെ പൊന്ന് ജില്ലാ കളക്ടറെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 2, ഖുറാനിലെ ജിഹാദിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ കണ്ടല്ലോ, വാള് കൊണ്ടാണ് ഖുറാനിലെ ജിഹാദ്, ഖുറാനിലെ നിരന്തരമായ പോരാട്ടം, പരിശ്രമം എന്നൊക്കെ പറയുന്നത് വാള് കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് എന്ന് വ്യക്തമായില്ലേ? ഇനി 2, ഖുറാനിലെ 2-ാമത്തെ സൂറ 218-ാമത്തെ ആയത്ത്, സൂറത്ത് പശു, സൂറ അൽ ബഖറ 218-ാമത്തെ ആയത്ത്. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. അള്ളാഹു വേറെ പൊറുക്കുന്നവനും കരുണാനിധിയും ജയലളിതയും അത്രേ. കരുണാനിധിയും അത്രേ. ഓക്കെ, ഇത് ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? താങ്കൾ ഈ പറഞ്ഞതുപോലെ ത്യാഗം ചെയ്യുന്നതിനെ കുറിച്ചാണോ? നിരന്തരമായി പരിശ്രമിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചിരി വരുത്തണം കേട്ടോ, എന്നാലേ അത് നല്ല കാര്യമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നതിനെ കുറിച്ചാണോ? ഇതെന്തിനെ കുറിച്ചാണ് ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്? താങ്കൾ പറഞ്ഞ പോലെയാണോ? നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ഖുറാനിൻ്റെ ആയത്തിൻ്റെ തഫ്സീർ എടുത്ത് വായിച്ച പ്രശ്നം കഴിഞ്ഞല്ലോ. ഇതിൻ്റെ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ തന്നെ എടുക്കുക. ഏറ്റവും വലിയ മുഫസ്സിറുകളിൽ ഒരാളായി ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ തന്നെ എടുക്കാം. മുഹമ്മദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഈ ഖുറാനെ കുറിച്ച് എന്താണ് അത് അർത്ഥമാക്കിയിരിക്കുന്നത് വ്യക്തമാക്കിയ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ തന്നെ എടുക്കാം. ദ ഫോളോയിങ് വേർഡ്സ് ഓൾസോ റിവീൽഡ് അബൌട്ട് അബ്ദുള്ള ഇബ്നു ജയ്ഷ്. അബ്ദുള്ള ഇബ്നു ജയ്ഷിനെ കുറിച്ചാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്. ലോൾ ദോസ് ഹു ബിലീവ് ഇൻ അല്ലാഹ് ആൻഡ് ഹിസ് മെസഞ്ചർ. അള്ളാഹുലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരെ, ആൻഡ് ദോസ് ഹു എമിഗ്രേറ്റ്, ഹിജറ ചെയ്തവരെ, ഫ്രം മെക്ക ടു മദീന, ആൻഡ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവര്. ആ എന്തിനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്? എന്ത് കാര്യത്തെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ് ബൈ കില്ലിംഗ് ദ അൺബിലീവർ അമർ ഇബ്നു അൽ ഹദ്രാമി. ആരെയാ? ഒരു കാഫിറായ അമർ ഇബ്നു അൽ ഹദ്രാമി എന്ന് പറയുന്നയാൾ കാഫിറായതിന്റെ പേരിൽ മാത്രം ഇവന്മാര് പോയി വെട്ടിക്കൊന്നതിനെയാണ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞതല്ല. ഇബ്നു അബ്ബാസിനെ പ്രതി ഈ ആയത്തിറങ്ങിയതിന്റെ ചരിത്രം ഇതാണെന്ന് ഇസ്ലാമിലെ ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് ഖുറാനിലാ പറഞ്ഞത് ആ കാഫിറായ അമർ ഇബ്നു അൽ ഹദ്രാമിയെ കൊന്നതാണ്. അതിനെയാണ് ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണോ, ഈ കൊലപാതകത്തെയാണോ, മതത്തിന്റെ പേരിൽ നടത്തുന്ന ഈ ഭീകര കൊലപാതകത്തെയാണോ ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു IAS കാരി
ത്യാഗമെന്നും നിരന്തരമായ പരിശ്രമമെന്നും എന്നൊക്കെ പറഞ്ഞ് അതിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ദിസ് ഇസ് എ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ടെററിസം. ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുകയാണ് ഈ ദിവ്യ സൈർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ ജനതയോടുമുള്ള വെല്ലുവിളിയാണ് ഇവർ ശരിക്കും നടത്തിയിരിക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് അവർക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇവര് നിരപരാധിയായിരിക്കും, അതെനിക്ക് 100% ഉറപ്പുണ്ട്. കാര്യം എന്താണെന്നറിയോ, പല ആളുകൾക്കും പല പ്രമുഖരും ഇതുപോലുള്ള പ്രസ്താവന നടത്തുന്ന അവർ എഴുതി ഉണ്ടാക്കിയതല്ല, അവർക്ക് എഴുതി കൊടുത്ത് വായിപ്പിക്കുന്നതാ. 4 വോട്ട് ചിലപ്പോൾ ഭർത്താവിന് കിട്ടാനായിരിക്കാം എഴുതി കൊണ്ടുവന്ന് മൊയിലിയാർ എഴുതി കൊടുത്തത് ഇവരങ്ങ് വായിച്ചു കാണും. അല്ല, ഇത് അവർ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കിയതാണെങ്കിൽ രാജിവെച്ചിട്ട് വല്ല മദ്രസയിൽ പഠിപ്പിക്കാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ ഒരു ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആയത്തിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാഫിറിനെ കൊന്നതാണ്, അതിനെയാണ് പറഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങളിപ്പോൾ പല മുസ്ലിങ്ങളും പറയും അത് യുദ്ധത്തിന്റെ സമയത്തെ കാഫിറെ കൊന്ന. അങ്ങനെയാണെങ്കിൽ ഒരു ന്യായീകരണമെങ്കിലും ഉണ്ടായി. ഇപ്പോൾ യുദ്ധത്തിൽ ഇന്ത്യക്കാരെ ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലും, പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലും. അതിന് നമ്മൾ ആരും വിഷം വിചാരിച്ചിട്ട് അല്ല, അതൊരു യുദ്ധമാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലകൾ നടക്കും. ഇത് യുദ്ധകാലത്തല്ല, മര്യാദക്ക് യാത്ര, ഈ ഹൈവേ റോബറി നടത്തി കൊന്നതാണ് ഈ പറയുന്നത്, കൊള്ള നടത്തി കൊന്നതിനെയാ. അതായത് കച്ചവടക്കാർ പോകുന്ന വഴിക്ക് ഈ അമർ ഇബ്നു അൽ ഹദ്രാമി എന്ന് പറയുന്ന കച്ചവടക്കാർ, അവരടക്കമുള്ള കച്ചവടക്കാർ, അവർ യാത്ര പോകുന്ന സമയത്ത് കുറേ മുസ്ലിമുകളുടെ അടുക്കലും മുഹമ്മദിന് എഴുത്തും കൊടുത്തിട്ട് ഇവനെയൊക്കെ തട്ടിയിട്ട് വരാൻ ഇവന്മാർ പോയി ഈ പറയുന്ന ഇവരെ കച്ചവടക്കാരെ കൊന്ന് കൊള്ളയടിച്ചുകൊണ്ട് വന്ന് ആദ്യമായിട്ട് മുസ്ലിങ്ങൾ നടത്തിയ കൊള്ളയാണ് ഈ കാണുന്നത്. അല്ലാതെ യുദ്ധകാലത്ത് നടത്തിയ യുദ്ധമൊന്നുമല്ല. കച്ചവട സംഘത്തെ രാത്രിക്ക് രാത്രി കൊള്ളയിട്ടിട്ട് ഹൈവേ റോബറി നടത്തിയ, കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയിട്ട് വന്നതിനെയാണ് അത് ജിഹാദാണ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ പോരാട്ടമാണ്. ദിവ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ നിരന്തരമായ ത്യാഗ പരിശ്രമമാണ്. കഥ കൃത്യമായിട്ട് അറിയണോ? നമുക്കറിയാൻ വകുപ്പുണ്ടാക്കാം. കഥ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ ആയത്തിന്റെ നമ്മുടെ മലയാളത്തിലെ അമാനി മൗലവിയുടെ തഫ്സീർ, ദിവ്യ സാറിന് മലയാളം അറിയില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ഓക്കെ, നമുക്ക് അമാനി മൗലവിയുടെ തഫ്സീർ നമുക്ക് എടുത്തു നോക്കാം. അമാനി മൗലവിയുടെ തഫ്സീർ ആകുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ 520 പേജിലാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. 520 പേജിൽ നമുക്ക് നോക്കാം. 218 ആയത്തിൻ്റെ വിശദീകരണം കൊടുക്കുക. 2ാമത്തെ സൂറ 218 വിശദീകരണം, അമാനി മൗലവിയുടെ തഫ്സീർ 520 പേജ്. നിശ്ചയമായും വിശ്വസിച്ചവരും ഹിജറ ചെയ്തവരും സ്വദേശം വിട്ടവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം, അതായത് ജിഹാദ് ചെയ്യുകയും ചെയ്തവരും, അതേ അക്കൂട്ടർ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ്. അതായത് ഈ ഹൈവേ റോബറി നടത്തി കൊല നടത്തിയത് അതാണ് ജിഹാദ്, അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന പണിയാണെന്ന്. അതായത് ഈ ദിവ്യ സൈർ നടത്തിയിരിക്കുന്നത് തീവ്രവാദത്തെ പച്ചക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു ആട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ ഇതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. 521 പേജ്. അടുത്ത പേജ്. ഇതൊരു പ്രത്യേക സംഭവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ അറബിയും അതിൻ്റെ മലയാളമാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നത്. ഇതൊരു പ്രത്യേക സംഭവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ വചനത്തിൻ്റെ, തീർച്ചയായിട്ടും വലുതായിട്ടിട്ടല്ലോ, ഇതൊരു പ്രത്യേക സംഭവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ വചനത്തിൻ്റെ അവതരണം എന്ന പല റിവായത്തുകളിൽ നിന്നും വ്യക്തമാവുന്നു. ഓക്കെ, അപ്പോൾ ഈ ആയത്തിൻ്റെ സാഹചര്യം, സംഭവത്തിൻ്റെ ചുരുക്കം ഇതാണ്. ഹിജ്റ 2-ാം കൊല്ലത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ നേതൃത്വത്തിൽ മുജാഹിറുകളായ 7-8 പേരടങ്ങ്, മുജാഹിർ എന്ന് പറഞ്ഞാൽ ജിഹാദികൾ, ജിഹാദ് ചെയ്യുന്നവരെ വിളിക്കുന്നതാണ് അറബിയിൽ മുജാഹിദ്. മുജാഹിദ് എന്നുള്ളതിനെ നമ്മുടെ മലയാളത്തിൽ അറബി എഴുതുമ്പോൾ മുജാഹിർ എന്ന് പറയും, ഹദ്രാമിയെ ഹൾറാമി എന്ന് പറയും. എന്താ പറയുക, ഈ റായും റായും ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അറബിയിലും മലയാളത്തിലും മിക്സ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. റമദാനെ റമളാൻ എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ മുജാഹിറുകൾ എന്ന് പറഞ്ഞാൽ ജിഹാദികൾ എന്നാണ് മലയാളം, ജിഹാദ് ചെയ്യുന്നവർ. അപ്പോൾ ജിഹാദികളായ 7-8 പേരടങ്ങുന്ന ചെറിയ സൈന്യ സംഘത്തെ ഒരു എഴുത്ത് സഹിതം നബി അയക്കുകയുണ്ടായി. അപ്പോൾ ആരാ അയച്ചത്? മുഹമ്മദ് ആരെയാണ് അയച്ചത്? ഒരു കൂട്ടം ജിഹാദികളെ. എന്തുമായിട്ടാണ് അയച്ചത്? ഒരു എഴുത്തുമായിട്ട് അയച്ചു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ എഴുത്ത് പൊളിച്ച് വായിക്കാവൂ എന്നും തിരുമേനി, അതായത് മുഹമ്മദ് കൽപ്പിച്ചിരുന്നു. മുഹമ്മദ് ഇവരോട് ഒരു എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുറച്ച് ജിഹാദികൾക്ക്, അബ്ദുള്ള ഇബ്നു ജഹ്ഷ് അടക്കമുള്ള ജിഹാദികൾക്ക് എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ജിഹാദികളെ, നിങ്ങൾ
ഒരു വിശുദ്ധ കർമ്മം ചെയ്യാൻ പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് എഴുത്ത് പൊട്ടിച്ച് വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ ലക്ഷ്യത്തെപ്പറ്റി ശത്രുക്കൾ ആരും മണത്തറിയാൻ ഇടവരുത്താതിരിക്കാനായിരുന്നു അത്. കത്ത് തുറന്നു നോക്കുമ്പോൾ മക്കയുടെയും ത്വാഫിന്റെ ഇടയിലുള്ള സ്ഥലമായ നഖലയിൽ ചെന്ന് പതിയിരുന്ന് ഖുറൈശികളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വരണമെന്നായിരുന്നു അതിൽ ഉള്ളടക്കം. കത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക, ഖുറൈശികളുടെ നഖല എന്ന് പറയുന്ന സ്ഥലത്ത് പതിയിരുന്നിട്ട് ഖുറൈശികളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വരണമെന്നായിരുന്നു ആ കത്തിനകത്ത് എഴുതി വെച്ചിരുന്നത്. ഇതിൻ്റെ അടുത്ത പേജും കൂടെ വേണം. സത്യം പറഞ്ഞാൽ അടുത്ത പേജ് ഞാനത് കോപ്പി ഇടാൻ പറഞ്ഞു. ഞാൻ ആക്ച്വൽ ആ പുസ്തകം തന്നെ എടുത്ത് ഞാൻ വായിക്കാം. അടുത്ത പേജ് കോപ്പി ചെയ്തിടാൻ വിട്ടുപോയി ഞാൻ, സോറി. അമാനി മൗലവി, ഓക്കെ. അമാനി മൗലവിയുടെ തഫ്സീർ 521 പേജ്. അഞ്ഞൂറ്റി 521 പേജ് അല്ലേ? 573. അഞ്ഞൂറ്റി 521. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഓക്കെ, ശത്രുക്കളാരും 2 ദിവസം യാത്രയ്ക്ക് ശേഷം മാത്രം എഴുത്തു പൊളിച്ച് വായിക്കുവാൻ തിരുമേനി കൽപ്പിച്ചു. അവരുടെ ലക്ഷ്യത്തെപ്പറ്റി ശത്രുക്കളാരും മണത്തറിയാതിരിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത്. തുറന്നു നോക്കുമ്പോൾ മക്കയുടെയും ത്വൈഫിന്റെ ഇടയിലുള്ള സ്ഥലമായ നഖലയിൽ ചെന്ന് പതിയിരുന്ന് ഖുറൈശികളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വരണമെന്നായിരുന്നു അതിൽ ഉള്ളടക്കം. ഇടക്ക് വെച്ച് അവർ 2 പേർ അവരുടെ വാഹനമായ ഒട്ടകം വഴിതെറ്റിപ്പോയത് നിമിത്തം കൂട്ടം വിട്ടു പോവുകയുണ്ടായി. ബാക്കിയുള്ളവർ നഖലയിലായിരിക്കെ ഖുറൈശികളുടെ ഒരു ചെറിയ കച്ചവട സംഘം വഴിക്ക് വന്നു. യുദ്ധത്തിന് വന്നതാണോ? അല്ല. അവിടെ എന്തെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടോ? ഒരു യുദ്ധവും നടക്കുന്നില്ല. ഖുറൈശികൾ യുദ്ധത്തിന് പോയതാണോ? അല്ല. ഖുറൈശികൾ കുറച്ച് കച്ചവടക്കാർ, ഖുറൈശികളായ കുറച്ച് കച്ചവടക്കാർ ആ വഴി വരുന്നത് ഈ ജിഹാദികളെ കണ്ടു. ജിഹാദികൾ എന്ന് പറയുമ്പോൾ മുഹമ്മദിൻ്റെ ഈ വാക്കും കേട്ട് ജിഹാദിന് പോയ ആളുകൾ കണ്ടു. മുഹമ്മദിൻ്റെ എഴുത്തുമായിട്ട് വന്നവന്മാർ ഇത് കണ്ടിട്ട് അവിടെ വെച്ച് സൈന്യസംഘം ആ വഴിക്ക് വന്നു. അതിൽ അബ്ദുൾ ഹൽറാമിയും, അതായത് ഈ ഇബ്നു അൽ ഹദ്രാമി എന്ന് പറയുന്നത് വേറെ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. 3 പേരുള്ളൊരു മൊത്തം 4 പേരുള്ളൊരു കച്ചവട സംഘം. യുദ്ധമോ ഒരു സാഹചര്യം അവിടെ ഇല്ല. കച്ചവടക്കാർ അവരുടെ സമ്പത്തുമായിട്ട് അവരുടെ കച്ചവട സംഭവങ്ങളുമായിട്ട് അവർ യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച സൈന്യസംഘം എന്ന് വെച്ചാൽ മുജാഹിദുകൾ, ജിഹാദികൾ, മുഹമ്മദിന്റെ എഴുത്തുമായിട്ട് പോയ ജിഹാദികൾ എന്ത് വേണം തമ്മിൽ കൂടിയാലോചന നടത്തി അവസാനം കച്ചവട സംഘമായിട്ട് ഏറ്റുമുട്ടി. അതായത് ഇവർ ഒളിച്ചിരുന്നിട്ട്, ഈ കച്ചവട സംഘം വരുന്ന വഴിയിൽ ഒളിച്ചിരുന്നിട്ട് ഇവർ കച്ചവട സംഘത്തെ ചാടി അങ്ങ് ആക്രമിച്ചു. അതായത് നമ്മുടെ ഹൈവേ റോബറി, ഹൈവേകളിൽ നടക്കുന്ന കൊലപാതകം, അതാണ് ഇവിടെ ചെയ്തത്. ഏറ്റുമുട്ടലിൽ ഇബ്നു അൽ ഹദ്രാമി കൊല്ലപ്പെട്ടു, 2 പേർ ബന്ധനസ്ഥരാകുകയും ചെയ്തു. ഒരാളെ കൊന്നു, 2 പേരെ കെട്ടിയിട്ടു, ഒരാൾ ഓടിപ്പോയി കാണും, 3-മൻ ഓടി രക്ഷപ്പെട്ടു. ഇത് റജബ് മാസം അവസാനിക്കുകയും ശഅബാൻ മാസം ആരംഭിക്കുകയും ചെയ്യുന്ന അവസരത്തിലായിരുന്നു. അതല്ല ജാമുദുൽ ആഖിറിന്റെ അവസാനവും റജബിന്റെ ആദ്യവുമായിരുന്നു ചില റിവായത്തുകളുണ്ട്. ബന്ധനത്തിലാക്കി 2 പേരെയും കിട്ടിയ കച്ചവട ചരക്കുകളെയും കൊണ്ട് അവർ കച്ചവട ചരക്കത്തെ ചെയ്ത്, അതായത് ഹൈവേ റോബറി നടത്തി, കച്ചവടക്കാരെ ഒരാളെ കൊന്നു, 2 പേരെ കെട്ടിയിട്ടു, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അവരുടെ സമ്പത്തിനെ അടിച്ചു മാറ്റി കൊണ്ടുവന്നതിനാണ് കിട്ടിയ കച്ചവട ചരക്ക് കൊണ്ടവർ നബിയുടെ അടുക്കൽ വന്നു. ഇതായിരുന്നു മുസ്ലിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് ലഭിച്ച 1-മത്തെ ഗനീമത്ത്. എന്താ പറയുക, ഹൈവേ റോബറി നടത്തിയ കൊലപാതകമാണ്, കൊള്ളവസ്തുവാണ് മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗനീമത്ത്. യുദ്ധം മുതൽ നല്ല അന്തസ്സുള്ള ടീമുകളാണ് ഇവന്മാർ. ശത്രുക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപവും പരിഹാരവും കൊടുത്തിട്ട്, അല്ല പിന്നെ ഒരു പ്രവാചകനും കുറെ ജിഹാദികളും കൂടെ ഈ ഹൈവേ റോബറി നടത്തിക്കഴിഞ്ഞാൽ കൊലപാതകി എന്ന് വിളിച്ച് പരിഹസിക്കാതെ, അയ്യോ പ്രവാചക പ്രവാചക എന്ന് വിളിക്കാനേ മദ്രസ പൊട്ടന്മാരെ പോലെ തലയ്ക്ക് മീൻസ് മൂള ഇല്ലാത്തവന്മാരായിരുന്നില്ല ഈ അന്നത്തെ ഖുറൈശികൾ. അവർ മുഹമ്മദിനെ പരിഹസിച്ചു, കളിയാക്കി. കാര്യം എന്താ, ഈ 4 മാസം എന്ന് പറഞ്ഞാൽ അറബി നാട്ടിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ജാഹിലിയ കാലത്ത് പോലുള്ള നിയമമാണ്. യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങൾ. ആ 4 മാസം എത്ര കാട്ടറബി ആണെങ്കിൽ പോലും,
എത്ര വൃത്തികെട്ട അറബിയാണെങ്കിൽ പോലും അവർ യുദ്ധം ചെയ്യത്തില്ല, ആരെയും കൊല്ലത്തില്ല, ആരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കത്തില്ല. എന്ത് കുടിപ്പകം ഉണ്ടെങ്കിൽ പോലും, പരസ്പരം വെട്ടിക്കൊല്ല നടക്കുന്നവരാണെങ്കിൽ പോലും ആ 4 മാസം, ജാഹിലിയ കാലത്തെ അറബികൾ പോലും ആ 4 മാസം യുദ്ധം ചെയ്യില്ല. ആ മാസത്തിലാണ് ഇവന്മാര് പോയി മുഹമ്മദിന്റെ എഴുത്തുമായിട്ട് പോയിട്ട് ഈ പാവം കച്ചവടക്കാരെ കൊള്ളയടിച്ച് കൊന്നത്. അപ്പൊ പിന്നെ ആളുകൾ പരിഹസിച്ചില്ലേ, യുദ്ധം വിലക്കപ്പെട്ട മാസത്തിൽ ഇതാ മുഹമ്മദിന്റെ കൂടെയുള്ള ഖുറൈശികൾ, മുഹമ്മദിന്റെ കൂടെയുള്ള ജിഹാദികള് കുറെ കച്ചവടക്കാരെ കൊന്ന് കൊള്ളയടിച്ചിരിക്കുന്നു, ഇവന്മാരെ കൊള്ളക്കാരാണ്, കൊള്ള സംഘമാണ് മുഹമ്മദ് നടത്തിയെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അമാനി മൗലവി പറഞ്ഞേക്കാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊള്ള സംഘത്തലവനായിരുന്നു എന്ന് അമാനി മൗലവി കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തി പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോ ഞാൻ നിങ്ങളുടെ നിഷിദ്ധമായ മാസത്തിൽ യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് നബി പറഞ്ഞു. ഞാനൊരു ലെറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഇവന്മാരോട് പോയി ഇബ്നു ഹദ്രാമിനെ കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് കൈ കഴുകി. അപ്പൊ ഒരു പ്രശ്നം, നല്ല കാശ് വന്നിട്ടുണ്ട്, ഈ കാശിൽ 1/5 കൊള്ളത്തലവനുള്ളതാണ്, അതായത് മുഹമ്മദിനുള്ളതാണ്. ഈ ഇവര് കൊള്ളയടിച്ചുകൊണ്ട് വരുന്ന വസ്തുക്കളിൽ 1/5 കൊള്ളത്തലവന്, കൊള്ളസംഘത്തിന്റെ തലവന് വീരപ്പനുള്ളതാണ്, അതായത് മുഹമ്മദാണ് ഇവിടുത്തെ വീരപ്പനുള്ളതാണ്. അപ്പോ ആ കാശ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ കൊള്ള ന്യായീകരിക്കണം. അതായത് അന്നത്തെ ഇവന്മാര് ജാഹിലിയ കാലം, അന്ധകാരക്കാലം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇത് ന്യായീകരിക്കാൻ പറ്റാത്ത കൊലപാതകമാണ്, കൊള്ളയാണ് ഇവന്മാർ മുഹമ്മദിന്റെ കൂടെയുള്ള കൊള്ളക്കാർ ചെയ്തിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാതെ കൈകഴുകി മാറ്റിയാൽ ഈ കൊണ്ടുവന്ന കൊള്ള മുതല് കൊള്ളസംഘത്തലവനായ മുഹമ്മദിന് കിട്ടില്ല. അപ്പൊ കൊള്ള മുതൽ കിട്ടണം, മുഹമ്മദിന് കയ്യും കഴുകണം. അപ്പൊ മുഹമ്മദിന് ആയത്തിറക്കി. ഇതിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ആരോപണങ്ങൾക്ക് അള്ളാഹു നൽകാൻ മറുപടി, മുഹമ്മദ് നൽകാൻ മറുപടി അല്ല കേട്ടോ. പടി ആർക്ക് കിട്ടി? അള്ളാഹുവിന് കിട്ടി. അള്ളാഹു കൊടുത്ത മറുപടിയാ. മുഹമ്മദ് കൈ കഴുകി, ഞാൻ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് മുഹമ്മദ് കൈ കഴുകിയിട്ട് മുഹമ്മദ് കണ്ണടച്ചിട്ട് ആയത്തിറക്കി. അള്ളാഹു ഇപ്രകാരം പറയുന്നു, എന്ത് യുദ്ധം ഹറാമായ മാസത്തിൽ യുദ്ധം ചെയ്തതൊക്കെ തെറ്റാണ്, പക്ഷെ അത് ജിഹാദാണെങ്കിൽ അത് ന്യായീകരിക്കാവുന്നതാണ്. യുദ്ധം ഹറാമായ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്, എന്നാൽ അള്ളാഹുവിന്റെ മാർഗമായ സത്യമതം സ്വീകരിക്കലിന് ജനങ്ങളെ തടയുക, അള്ളാഹുവിൽ അവിശ്വസിക്കുക, അള്ളാഹുവിന് മാത്രം ആരാധിക്കാൻ സ്ഥാപിതമായ മസ്ജിദുൽ ഹറാമിലേക്ക്, ഏത് ഖുറൈശികളുടെ 360 വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ക്ഷേത്രമാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയും ഇവന്മാര് പറയുന്നത്, കഅബ. ആ കബയിലേക്ക് മുസ്ലിങ്ങളാണ് ഇന്നും ഈ പറയുന്ന ഖുറൈശികളെ പോലും കയറ്റാതെ ആ കബയെ അടച്ചു വെച്ചപ്പോൾ ഇസ്ലാമിക മോസ്കാക്കി മാറ്റിയത്, അവരുടെ ക്ഷേത്രം പിടിച്ചെടുത്ത മോസ്കാക്കി മാറ്റിയ ടീമുകളാണ്. എന്നിട്ട് പറയാ ആ ക്ഷേത്രത്തിലേക്ക് ഇവരെ കയറ്റുന്നില്ലെന്ന്. ഇവരെന്തിനാണ് ഈ കണ്ട ബഹുദൈവ മതക്കാരുടെ ക്ഷേത്രത്തിൽ കയറാൻ നടക്കുന്നത്? കബയിൽ ഇവര് കയറേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ സ്ഥാപിതമായ മസ്ജിദുൽ ഹറാമിലേക്ക് സത്യവിശ്വാസികളെ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, നാട്ടുകാരായ ആളുകളെ അവിടെ താമസിക്കാൻ സമ്മതിക്കാതെ ബഹിഷ്കരിക്കുക മുതലായ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വമ്പിച്ച തെറ്റാവുന്നു. 2 തെറ്റുകൾ പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ കൂടുതൽ വമ്പിച്ച തെറ്റിന് ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയ തെറ്റ് സ്വീകരിക്കുന്നത് കേവലവും ന്യായവും പ്രായോഗികവുമാവുന്നു. അതായത് ഖുറൈശികൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, അവരിൽപ്പെട്ട ഏതോ ആ സമൂഹത്തിൽപ്പെട്ട ഏതോ കുറച്ച് കച്ചവടക്കാരെ വഴിയാത്രക്കാരായിട്ട് പോകുമ്പോ ഒരു യുദ്ധത്തിന് അന്തസ്സോടുകൂടി നിന്ന് പോരാട്, അത് അന്തസ്സുണ്ട് അതിനകത്ത്. അല്ലാതെ യുദ്ധം വിലക്കപ്പെട്ട മാസത്തില് ഒരു അറബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാത്ത മാസത്തില് കച്ചവട സംഘം യാത്ര ചെയ്യുമ്പോൾ ഇരുട്ടിന്റെ മറവില് ഹൈവേ റോബറി നടത്തി കൊള്ളക്കാര് കൊള്ള നടത്തി ആ സമ്പത്തടിച്ചു മാറ്റിയിട്ട് അത് പറയാ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്ത ജിഹാദാണ്, അതുകൊണ്ട് അതിൽ തെറ്റില്ല. അപ്പൊ 2 തെറ്റുകൾ പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ കൂടുതൽ വമ്പിച്ച തെറ്റിന് ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയ തെറ്റ് സ്വീകരിക്കുക എന്നുള്ളത്. എന്താണ് ചെറിയ തെറ്റ്? കൊള്ളയും കൊലയും നടത്തിയതാണ് ചെറിയ തെറ്റ്. ഓക്കെ, അതായത് ആ വഴിയാത്രക്കാരെ കൊന്ന് ആ കച്ചവടക്കാരുടെ സമ്പത്ത് അടിച്ചു മാറ്റിയതാണ് മുഹമ്മദിന്റെ ചെറിയ തെറ്റ്. അതൊക്കെ ചെറിയ സ്പാനറാണ്, വലിയ സ്പാനറൊന്നുമല്ല, അതൊക്കെ കുഞ്ഞു തെറ്റുകൾ. അതൊക്കെ വലിയ മഹത്തരമായ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്ന തെറ്റാണെങ്കിലും അത് കൊല്ലപ്പെട്ടതും കാഫിർ ആയതുകൊണ്ട്, കൊല്ലപ്പെട്ടത് ദിവ്യായ സയ്യറെ പോലെ കാഫിർ ആയതുകൊണ്ട്, കൊല്ലപ്പെട്ടത് ശബരിനാഥനെ പോലെ ഒരു കാഫിർ ആയതുകൊണ്ട്, കൊല്ലപ്പെട്ടത് സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെ ഒരു കാഫിർ ആയതുകൊണ്ട് ആ തെറ്റിന് അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിൽ മഹത്തായ പ്രതിഫലമുണ്ടെന്ന്. അത് ന്യായവും പ്രായോഗികമെന്ന് മാത്രമല്ല, പ്രസ്തുത കുഴപ്പങ്ങൾ കൊണ്ട് അവർ മതിയാക്കാനും ഭാവമില്ല. ഇസ്ലാമിനെ അംഗീകരിച്ചവരെ കഴിയുമെങ്കിൽ അത് പിന്മടക്കാനുള്ള ഉദ്ദേശം കൂടി അവർക്കുണ്ട്. അതിനായി മുസ്ലിങ്ങളുടെ യുദ്ധം തുറന്നുകൊണ്ടിരിക്കാനാണ് അവരുടെ പരിപാടി. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ അവർ നടത്തുന്ന ഫിത്ന ഗൗരവമുള്ള വളരെ വമ്പിച്ചാണ്. ചിലർ അന്ന് വെച്ചാൽ അവരിൽ ചിലർ കൊലപ്പെടുത്തിയത് കേവലം നിസ്സാര പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ കേവലം നിസ്സാരം. രാത്രി യുദ്ധം വിലക്കപ്പെട്ട കാലത്ത്
സഞ്ചാരികൾ വഴിയാത്രക്കാരായിട്ട് പോയ ആളുകളെ കൊന്ന് കൊള്ളയടിച്ച ആ സ്വത്ത് വീതിച്ചെടുത്തതേ അത് നിസ്സാരമായ കാര്യമാണ്. അതിനാണ് എന്നെ ഇങ്ങനെ പറഞ്ഞതെന്ന് മറ്റേ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോഴല്ലോ രേവതി പറഞ്ഞ പോലെ അവൻ്റെ തലയ്ക്ക് ഞാൻ അടിച്ചു പിടിച്ച് ഇതിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞ പോലെയായി. ചുരുക്കി പറഞ്ഞ അമാനി മൗലവിയുടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു കൊള്ളസംഘം നടത്തിക്കൊണ്ടുപോയ ഒരു കൊള്ളത്തലവനായിരുന്നു മുഹമ്മദ്. നാട്ടുകാരെ കട്ടും ഓട്ടിച്ചും ജീവിച്ചിരുന്ന ഒരു വീരപ്പനായിരുന്നു. വീരപ്പൻ സത്യമംഗലം കാട്ടിലാണെങ്കിൽ മുഹമ്മദ് മക്കയിലായിരുന്നു എന്നുള്ള ഒരൊറ്റ വ്യതിയാനം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഈ കൊലപാതകത്തെയാണ് എന്ത് വിളിച്ചത്? ഈ കൊലപാതകത്തെയാണ് ഇവിടെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത്. ആ ജിഹാദിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ്. അല്ലാതെ ഈ ദിവ്യായസ് അയ്യർ പറഞ്ഞതുപോലെ ത്യാഗമാണോ അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ്? ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് ചേച്ചി ഒരു കാര്യം ഞാൻ പറയാട്ടോ, ചേച്ചിയോ അനിയത്തിയോ ആരാണെങ്കിലും സഹോദരി അതാണല്ലോ ഏറ്റവും നല്ലത്. ഇപ്പൊ ചേച്ചിയായാലും അനിയത്തിയാലും കുഴപ്പമില്ല. ഈ പുസ്തകത്തിനകത്തേക്ക് കടന്നൊക്കെ ഓക്കെ, ജിഹാദിനകത്തേക്കൊന്നും കടന്നേക്കരുത് കേട്ടോ. കാര്യം ഇതിനകത്തേക്ക് കടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജിഹാദിനകത്തേക്കൊന്നും കടന്നേക്കരുത്. നല്ലൊരു പദവിയെ കൊള്ളാണ് IAS. ഇനി ഉണ്ടതെന്ന് ജയിലിൽ കിടക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ജിഹാദിനകത്തേക്ക് കടക്കരുത്. ആ പുസ്തകത്തിനകത്തേക്ക് വേണമെന്ന് കടന്നോ, കുഴപ്പമൊന്നുമില്ല. വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള കടക്കുമ്പോൾ തുടിച്ച് കടക്കണ സ്ഥലം മാറി പോരുത്. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളത്. ഈ ഹൈവേ റോബറിയെ ഇവര് സമരനിരതമായ ജീവിതം എന്നാണ് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക എന്നുള്ളത് യുദ്ധമൊന്നുമില്ലാത്ത കാലത്ത് സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിൽ കച്ചവടക്കാരെ കൊള്ളയടിച്ച് കൊന്ന് അവരുടെ മുതൽ മോഷ്ടിക്കുന്നതിനെയാണ് ഖുറാനിൽ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മോഷണത്തെയും കൊലപാതകത്തെയും അവർ മുസ്ലിം അല്ല എന്നുള്ളതിന്റെ കാരണം കൊണ്ട് അവരെ കൊന്ന് അവരുടെ മുതൽ മോഷ്ടിക്കുന്നതിനെയാണ് ഖുറാനിൽ ജിഹാദ് എന്ന് പറയുന്നത്. ആ ഖുറാനിലെ കൊള്ളയും കൊള്ളിവെപ്പിനെയും ഇവര് വിളിക്കുന്നത് എന്താ? എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളത്. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ജീവിതമാണ് ഈ ജിഹാദ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കൊള്ളയും കൊലപാതകത്തെയും ഹൈവേ റോബറിയും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥ. എത്ര മനോഹരമായ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് കൊള്ളയും കൊലപാതകവുമായ ജിഹാദിനെ അതിനെ വിശേഷിപ്പിച്ച് ആ കൊള്ളയും കൊലപാതകവും ഒക്കെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ്. അമാനെ മൗലവി പറഞ്ഞതിലേക്ക് അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഒരു പാവത്തിനെ കൊന്നവന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് പോയതേ നിസ്സാരം. അതൊക്കെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ബഹിർസ്ഫുരണമാണെന്നാണ് നമ്മുടെ ദിവ്യായസ് അയ്യരുടെ ഡയലോഗ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളത്. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ നിരന്തരം പരിശ്രമിക്കുമെങ്കിൽ പോലീസിന് പണി കൂടും. അതുകൊണ്ട് ഇമാതിരി കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ ചേച്ചിയുടെ ആ മുമ്പിലിരിക്കുന്ന മുസ്ലിം കൂട്ടുകാരോട് നിരന്തരമായിട്ട് പരിശ്രമിക്കരുത്. നിങ്ങൾ വേണം ഒരു ദിവസം വെച്ചിട്ട് അങ്ങ് ചെയ്തോ. ഇപ്പം എന്താ പറയുക, നബിദിനം എന്നുള്ളൊരു ദിവസം അതിനായിട്ടങ്ങ് മാറ്റി വെച്ചോ. കൊള്ളക്കാരുടെ ദിവസം നമുക്കങ്ങ് പിടിച്ചെല്ലാവരും വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് വീട്ടിരിക്കണം. ഒരു അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ നിരോധനാജ്ഞയോ ഒക്കെ കളക്ടറല്ലേ അങ്ങ് പ്രഖ്യാപിക്കാമല്ലോ. അന്ന് മുസ്ലിങ്ങൾക്ക് കൊള്ളയടിക്കാനുള്ള ദിവസമാണ്. അവരുടെ ത്യാഗനിർഭരമായ ജിഹാദ് നടത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് ആരും വഴിയാത്ര നടത്തരുത്. പ്രത്യേകിച്ച് കച്ചവടക്കാർ കച്ചവട സാധനമായിട്ട് പോകരുത്. ഹൈവേ റോബറിക്ക് മുഹമ്മദും ആളുകൾ നിൽക്കുന്ന ദിവസമാണ് നബിദിനം. അതുകൊണ്ട് അങ്ങനെ ചേർന്ന് പറഞ്ഞിട്ട് നബിദിനത്തെ വേണം അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യൂ. ജിഹാദ് ദിനം, ത്യാഗനിർഭരമായ കൊള്ളക്കാരുടെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഡെസിഗ്നേറ്റ് ചെയ്യൂ. അതായിരിക്കും നല്ലത്. ദിവ്യായസ് അയ്യർ ഇരിക്കുന്ന പദവിക്കെങ്കിലും ഒരു വിലയുണ്ട്, അത് കളയരുത്. ഓക്കെ, പറഞ്ഞ കൂടി പോകണ്ട, ഞാൻ തുടരുന്നില്ല, നമുക്ക് അടുത്തയിലേക്ക് പോകാം. ജിഹാദിന്റെ ഖുറാനിൽ പറയുന്ന അർത്ഥം ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം ഖുറാനിൽ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? വാളുകൊണ്ട് കാഫറുകളെ കൊല്ലുന്നതാണ് ജിഹാദ്. രണ്ടാമത് ഖുറാനത്ത് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? വാളുകൊണ്ട് കാഫിറായ ഇബ്നു അൽ ഹദ്രാമിയെ ഒരു യുദ്ധകാലത്തും അല്ലാതെ സമാധാന കാലത്ത് യുദ്ധം വിലക്കപ്പെട്ട കാലത്ത് വഴിയാത്രക്കാരായിട്ട് പോകുന്ന വഴിക്ക്, കച്ചവട യാത്രക്കാരായിട്ട് പോകുന്ന വഴിക്ക് ഒളിച്ച് പതിയിരുന്ന കൊന്ന സ്വത്ത് തട്ടിയെടുത്തതിനെയാണ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇനി 3, ഇത് തന്നെയാണോ ജിഹാദിന്റെ അർത്ഥം എന്ന് ഖുറാൻ കൺസിസ്റ്റന്റ് ആണോ എന്നറിയണമല്ലോ. അല്ലാതെ വൺസ് ഓഫ് ആണോ ട്വൈസ് ഓഫ് ആണോ എന്നല്ല, കൺസിസ്റ്റന്റ് ആണോ എന്ന് അറിയുന്നതിന് 3ാമത്തെ
ഖുറാനിൽ ജിഹാദിന്റെ ആയത്ത്. ഖുറാനിൽ 9-ാമത്തെ സൂറ 81-ാമത്തെ ആയത്ത്, സൂറത്ത് തൗബയുടെ 81-ാമത്തെ ആയത്ത്. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനയ്ക്കെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ടു. തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. ആ തങ്ങളുടെ പറപ്പൂരിന് തർജ്ജമയിൽ തന്നെ അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് വെണ്ടക്കാഷത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യുദ്ധത്തിന് പോകാത്തതിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്താ? യുദ്ധത്തിന് പോകുന്നതാണ്. ഏത് യുദ്ധം? കാഫറുകളെ കൊല്ലാൻ പോകുന്ന, അല്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ യുദ്ധങ്ങളല്ല. കാഫറുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത്. കാര്യം മുഹമ്മദ് കൃത്യമായിട്ട് ഹദീസുകൾക്കകത്ത് പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ജനങ്ങൾ സമ്മതിക്കുന്നതുവരെ അവരുമായി യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ മതം മാറ്റത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുന്നവരെ അവനുമായി യുദ്ധം ചെയ്യണം. അതായത് ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന IAS ഗുരുവായൂരപ്പനെയും മഹാവിഷ്ണുവിനെയൊക്കെ ആരാധിക്കുന്ന ഈ പുള്ളിക്കാരി അവരൊന്നും ദൈവമല്ല, അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് സമ്മതിക്കുന്നത് വരെ ഈ ദിവ്യയുമായിട്ട് യുദ്ധം നടത്തണമെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ആ യുദ്ധത്തെയാണ് ജിഹാദ് എന്ന് ഖുറാനകത്ത് വിവക്ഷിച്ചിരിക്കുന്നത്. ഞാനല്ല, ആമിനയുടെ മകൻ മുഹമ്മദാണ് വിവക്ഷിച്ചിരിക്കുന്നത്. ഇത് സെബാസ്റ്റ്യൻ മുനക്കലിന്റെ ഇന്റർപ്രിട്ടേഷൻ അല്ല. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ, വിളിക്കുന്ന ധനീഷെ വിളിക്കാം, സമയം തരാം. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനക്കെതിരായ അവരുടെ ഇരത്വത്തിൽ സന്തോഷം പൂണ്ടു. അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പന എന്തായിരുന്നു? പോയി ജിഹാദിന് പോടാ എന്നായിരുന്നു കൽപ്പന. യുദ്ധത്തിന് പോകാനേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? യുദ്ധത്തിന് പോയില്ല. കുറച്ച് തലക്കുവിളിയുള്ളവന്മാർ അന്നും ഉണ്ടായിരുന്നേ. എന്നിട്ട് അവന്മാർക്കെതിരെ ആയത്തിറക്കിയേക്കുക. ഈ ചൂടത്ത് നിങ്ങൾ യുദ്ധത്തിന് തലക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ച അറബികൾ അന്നും ഉണ്ടായിരുന്നു. അവന്മാരെ ശപിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് ഈ കാണുന്നത്. അപ്പം മനസ്സിലായോ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ തഫ്സീർ ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവന്മാരുടെ ഒരു ഗുണം അതാ, കൃത്യമായിട്ടല്ല എഴുതി വെക്കും കേട്ടോ. നമ്മുടെ ആരിഫ് വെച്ച് എന്തിനാ എഴുതി വെച്ചെന്ന് അങ്ങോട്ടങ്ങ് ചോദിച്ചാൽ മതി. ഓക്കെ, ദോസ് ഹു വെർ ബിഹൈൻഡ് ആൻഡ് റിജോയ്സ് ദ ഹിപ്പോക്രൈറ്റ്സ് വെർ പ്ലീസ്ഡ് സിറ്റിംഗ് ആറ്റ് സ്റ്റേയിങ് ബിഹൈൻഡ് ആൻഡ് നോട്ട് ജോയിൻ ദ ബാറ്റിൽ ഓഫ് തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ പോകാതെ പിന്മാറിയിരുന്നവരോടാ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശപിക്കുന്നത് അള്ളാഹു. അപ്പോൾ തബൂക്ക് യുദ്ധത്തിന് പോയതിനെയാണ് ജിഹാദ് എന്ന് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. ഇതിനെയാണോ ഈ ഹൈവേ റോബറിയെയും ഈ കാഫിറുകളെ കൊല്ലാൻ നടക്കുന്ന, മതം മാറാത്തവരെ കൊല്ലുക എന്നുള്ള ആപ്തവാക്യവുമായിട്ട് നടത്തുന്ന ഈ പറയുന്ന യുദ്ധത്തെയുമാണോ നിരന്തരമായ ത്യാഗ പരിശ്രമം എന്ന് ഇവിടെ ഇരുന്നൊരു കളക്ടർ IAS ഇരുന്ന് വിളിച്ചു കൂവുന്നത്? ഇതുപോലുള്ള ഭീകര പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സത്യം പറഞ്ഞ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. ഇതിന്റെ അമാനി മൗലവിയുടെ തഫ്സീർ ഇതിന്റെ എടുത്താലും നല്ല രസം. ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി വലുതായിട്ട് എടുത്തുതരാം. അമാനി മൗലവിയുടെ തഫ്സീർ, ഇതിന്റെ തഫ്സീർ നമുക്ക് നൽകാം. ഈ 9-81 തഫ്സീർ നമുക്ക് വായിക്കാം. സോറി, ഓക്കെ, അമാന മൗലയുടെ തഫ്സീർ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇവിടെ പറയുക, ജഹന്നമിന്റെ നരകത്തിന്റെ അഗ്നി കൂടുതൽ ഉഷ്ണമുള്ളതാണ്. ഉഷ്ണം ശക്തമായിരുന്ന കാലത്ത് തബൂക്കിലേക്കുള്ള യാത്രയുടെ വിഷമങ്ങളും മറ്റും പറഞ്ഞ് റസൂൽ തിരുമേനിക്കെതിൽ പ്രചാരവേല നടത്തുകയും ചില ഉപായങ്ങളുടെ പേരിൽ യാത്രയിൽ നിന്നൊഴിവായി പിന്തി നിൽക്കുകയും ചെയ്ത കപട വിശ്വാസികൾ, അതായത് ഈ ആളെ കൊല്ലാൻ ജിഹാദിന് പോവാത്തവരെയല്ല ഇവർ വിളിക്കുന്ന കപട വിശ്വാസികളെന്ന. അപ്പോൾ ഈ പറയുന്ന ദിവ്യാസയറിന് മുമ്പിൽ പുസ്തക പ്രസാധകരായിട്ട് വന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ, ലവന്മാരെ കപട വിശ്വാസിയാണോ ജിഹാദി എന്ന ഒറിജിനൽ വിശ്വാസിയാണോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുക. അല്ലെ ചിലപ്പോൾ ദിവ്യാസയുടെ കഴുത്തിന് മുകളിൽ അയ്യം വയ്ക്കാൻ തല പോലും കാണില്ല. ഓക്കെ, അതാണ് ഇവന്മാരുടെ സ്വഭാവം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക. തങ്ങൾ ഒഴിവായതിൽ ആഹ്ലാദം കൊള്ളുകയാണ്. ഈ ആഹ്ലാദം നൈമിഷികമാണ്. തീരാത്ത വ്യസനവും കഠിനമായ ശിക്ഷയുമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഉഷ്ണത്തിന്റെ കാര്യമാണല്ലോ അവർ പൊക്കിപ്പിടിച്ചിരിക്കുന്നത്. എന്നാൽ അവർക്ക് അനുഭവിക്കാതിരിക്കുന്ന നഗരാഗ്നിയുടെ ഉഷ്ണം ഇതിനേക്കാൾ എത്ര കഠിനമാണ്. അതായത് ജിഹാദ് എന്ന് പറയുന്ന ഈ യുദ്ധത്തിന് പോകാത്തവരെ ഭീഷണിപ്പെടുത്തുന്ന മുഹമ്മദിന് ഇവിടെ കാണാം. ജിഹാദ് ചെയ്യാത്ത,
കാഫറുകളെ കൊല്ലാൻ പോകാത്ത എല്ലാ മുസ്ലിങ്ങളും നരകത്തിൽ കിടന്ന് ചൂടായി ചാകും എന്നാണ് മുഹമ്മദ് ഇവിടെ പഠിപ്പിച്ചു വിടുന്നത്. എത്രത്തോളം ഭീകരമാണ് ഈ ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥിതി എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിവ്യാസയർക്ക്. അതായത് കാഫറുകളെ കൊല്ലാൻ പോയ തബൂക്ക് യുദ്ധത്തിൽ പോകാത്തവരെ ഭീഷണിപ്പെടുത്തി അത് ജിഹാദാണ്, അത് നിങ്ങൾ ചെയ്യണം, തബൂക്ക് യുദ്ധം ജിഹാദാണ്, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ചൂട് പേടിച്ചിരിക്കരുത്, ഇതിനേക്കാൾ വലിയ നരകത്തിൽ നിന്നിട്ട് ഞാൻ വറക്കുവടാ, നീ പാവത്തുങ്ങളെ കൊല്ലാൻ പോയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ജിഹാദ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖുറാനിലെ 49 സൂറ 15 ആയത്ത്, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാവുന്ന സത്യവിശ്വാസികൾ. അതായത് ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് എന്താ ഖുറാനിൽ നിന്ന് മനസ്സിലായേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫിറുകളെ അവർ വഴിയാത്രക്കാരാണെങ്കിൽ പോലും, അവർ കച്ചവട യാത്ര നടത്തുകയാണെങ്കിൽ പോലും ഒളിച്ചും പതിയും ഇരുന്ന് അവരെ കൊന്ന് അവരുടെ സ്വത്ത് കൊള്ളയടിക്കുന്നതാണ് ജിഹാദ്. കാഫിറുകൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരെ കൊല്ലുന്നതാണ് ജിഹാദ്. അവരെ വാളുകൊണ്ട് വെട്ടുന്നതാണ് ജിഹാദ്. ഇതെല്ലാമാണ് ഖുറാനകത്ത് കണ്ടത്, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ്. അങ്ങനെ ജിഹാദ് ചെയ്യുന്നവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ എന്നാണ് ഖുറാനിലെ 49 സൂറ 15 അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അപ്പൊ ദിവ്യാസയർ ആ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ എഴുത്തുകാരൻ സത്യവിശ്വാസിയാണോ എന്നങ്ങ് ചോദിക്കുക, യഥാർത്ഥ മുസ്ലിം ആണോ എന്ന് ചോദിക്കുക. യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ച് പിടിച്ചവരെയൊക്കെ അകത്തിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അയ്യോ ജിഹാദികളെ നിങ്ങൾ ആളുകളെ കൊന്നോളൂ, അത് ത്യാഗപരിശ്രമമാണ്, അത് നിരന്തരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണോ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ചെയ്യേണ്ടത്? അല്ലല്ലോ. പിടിച്ചവരെയൊക്കെ തൂക്കി അകത്തിടാൻ നോക്കുക. അല്ലെങ്കിൽ നാളെ കേരളത്തിനകത്ത് ഇവന്മാര് ജിഹാദ് ഒറിജിനൽ നടത്തുക. കാര്യം അവർ സത്യവിശ്വാസിയാണോ അവർ ജിഹാദ് നടത്തിയിരിക്കണം, കാഫറുകളെ കൊന്നിരിക്കണം. അല്ലെങ്കിൽ ദിവ്യമാണം പതുക്കെ മതം മാറി ദിവ്യായ സയർന്നോ അല്ലെങ്കിൽ ആയിഷായ സയർന്നോല്ലോ പേര് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ജിഹാദ് നടത്തും. ആർക്കെതിരെ ജിഹാദ് നടത്തുന്നത്? കാഫറുകൾക്കെതിരെ. എന്തുകൊണ്ടാണ് ജിഹാദ് നടത്തുന്നത്? വാളുകൊണ്ട്. എന്താണ് ജിഹാദിൽ ചെയ്യുന്നത്? അവരെ കൊന്ന് അവരുടെ സ്വത്ത് കൊള്ളയടിക്കും. അപ്പൊ നിങ്ങൾ കൊല്ലപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാം. ഞങ്ങൾക്കൊക്കെ ഇച്ചിരി ഭയമുണ്ട് കൊല്ലപ്പെടാൻ, അതുകൊണ്ട് ഞങ്ങൾ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലതനുസരിച്ച് ആ പുസ്തകം എഴുതിയവനെ പിടിച്ച് അകത്തിടാൻ ആദ്യം നോക്കുക, അല്ലാതെ ആ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല താങ്കൾ ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ തെളിവ് ഖുറാനിലെ ജിഹാദിന്റെ അർത്ഥം എന്ത്? 66 സൂറ തഹ്രീമിലെ 9 ആയത്ത്, ഓ നബി, ഓ സൈനബ എന്നൊക്കെ പറഞ്ഞാൽ ഓ നബി, അല്ലയോ നബിയെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും, സത്യനിഷേധിച്ച കാഫിറുകളോടും മുനാഫിക്കുകളോടും നീ ജിഹാദ് ചെയ്യുകയും അവരുടെ പരുഷമായി പെരുമാറുകയും ചെയ്യുക. എന്താണ് ഇതിന്റെ അർത്ഥം? എടുക്കാം നമുക്ക് നമ്മുടെ തഫ്സീർ അൽ ജലാലിന്. അല്ലയോ പ്രവാചകരെ, സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ് വിത്ത് ദ സോർഡ്, കാഫിറുകൾക്കെതിരെ വാളുകൊണ്ട് ജിഹാദ് നടത്തുക. ഇതിനെയാണ് ത്യാഗപരിശ്രമം എന്ന് നമ്മുടെ ദിവ്യായ സൈർ വിളിക്കുന്നത്. ത്യാഗപരിശ്രമം. ഓക്കെ, ഈ വാളുകൊണ്ട് കാഫിറുകളെ കൊന്നൊടുക്കുന്ന ഈ ത്യാഗപരിശ്രമത്തെ നിങ്ങൾ എന്ത് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ദിവ്യായ സൈറെ? അടുത്ത തഫ്സീർ ഇതിന്റെ എടുക്കുക, സൂറ തഹ്രീമിന്റെ ഇബ്നു കതീറിന്റെ തഫ്സീർ എടുക്കാം. അതിനകത്ത് എന്താ പറയുന്നത്? ദ കമാൻഡ് ഫോർ ജിഹാദ് അഗെയിൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്. Allah the exalted ordered his messenger to perform jihad against disbelievers and hypocrites. The former, അതായത് കാഫിറുകളെ, with weapons and armaments. കാഫിറുകളോട് ജിഹാദ് നടത്തുന്നത് ആയുധം കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട്, വെപ്പൺസ് കൊണ്ടും ആർമമെന്റ്സ് കൊണ്ടാണ് കാഫിറുകളോട് ജിഹാദ് നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദിവ്യ സൈർ, യു ആർ എ കാഫിർ. നിങ്ങളൊരു മുസ്ലിം അല്ലെങ്കിൽ, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്ത ആളാണെങ്കിൽ നിങ്ങളൊരു കാഫിറാണ്. നിങ്ങളുടെ കുഞ്ഞൊരു കാഫിറാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു കാഫിറാണ്. നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിലെ ഇന്ത്യൻ സിറ്റിസൺസ് എല്ലാം കാഫിറുകളാണ്, മുസ്ലിങ്ങളല്ലാത്തവർ. അവരെയെല്ലാം കൊന്നൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ആ ജിഹാദിനെ നിങ്ങൾ ത്യാഗപരിശ്രമം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ജുറിസ്ഡിക്ഷനിലെ ജനങ്ങളുടെ സ്വത്തും അവരുടെ സമ്പത്തും അവരുടെ ജീവനും നിങ്ങൾ സംരക്ഷിക്കാമെന്നെടുത്ത പ്രതിജ്ഞ ചവറ്റുകൊട്ടയിലിടുകയില്ലേ? രാജിവെച്ചിട്ട് പുറത്തു പോകാൻ നോക്കുക. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അന്തസ്സുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അതാ. ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ട അവകാശമുണ്ട്. പക്ഷേ അത് രാജിവെച്ച് പുറത്തു പോയിട്ട് ഇന്ത്യൻ ന്യായ വ്യവസ്ഥിതിനകത്ത് നിന്ന് ജയിലിൽ കിടന്നുകൊണ്ട് വേണം ചെയ്യേണ്ടി വരും, പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യുന്ന പോലെ. അതല്ലാതെ ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനത്തിലിരുന്ന് കാഫറുകളുടെ ജീവൻ സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് കാഫറുകളെ കൊല്ലുന്ന ജിഹാദിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്
ക്രിമിനൽ ഒഫൻസ് ആണെന്ന് മാഡത്തിന് ഇതുവരെ മനസ്സിലാവാത്തതാണെന്ന് തോന്നുന്നു. എന്നെ നമ്മുടെ അമാനി മൗലവിയും ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടുത്തു നോക്കിയാൽ കാണാം. ഹേ നബിയെ, അവിശ്വാസികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക, ജിഹാദ് ചെയ്യുക, കാഫറുകളോട് ജിഹാദ് ചെയ്യുക. എൻ്റെ അർത്ഥം എന്താ? അവിശ്വാസികൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാകൊണ്ട്, അതായത് ദിവ്യായ സൈറൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ കാഫിറാണല്ലോ. സെബാസ്റ്റ്യൻ മുന്നക്കലും ദിവ്യായ സഹറും എല്ലാം കാഫിറ. അവരെല്ലാം പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട, നമ്മളല്ല ഇസ്ലാമിന്റെ ശത്രുക്കളാ. ഓക്കെ, അവരോടുള്ള സമരം ന്യായങ്ങളും തെളിവുകളും മുഖേന മതിയാവില്ല. വാദപ്രതിവാദമൊന്നും അല്ല, ആർഗ്യുമെന്റ്സ് അല്ല. കാഫിറുകളോടുള്ള സമരം ജിഹാദ് ആർഗ്യുമെന്റ്സ് കൊണ്ടല്ല, ആയുധങ്ങളും സംഘടനകളും ആവശ്യമായി വരും. അതാണ് ജിഹാദ്. കാഫറുകളോട്, ഒരു മുസ്ലിമിന് ദിവ്യായ സൈറോടുള്ള ജിഹാദ് ആയുധങ്ങളും സംഘടനകളും കൊണ്ടാണ്, അല്ലാതെ വാദപ്രതിവാദം കൊണ്ടല്ല എന്ന് പച്ചക്കെഴുതി വെച്ചിട്ടുള്ള ഈ അമാനി മൗലവിയെയും ഇവന്മാരുടെ പിണിയാളുകളെയും ഇത് പബ്ലിഷ് ചെയ്തിറക്കിയിട്ടുള്ള പബ്ലിഷേഴ്സിനൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് അകത്തിടണ്ട. ഈ ദിവ്യായ സൈറൊക്കെ അവർക്ക് കൊട്ട പിടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇവരൊക്കെ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്ന് ഓർത്തു പോവുകയാണ്. അതായത് പിടിച്ചകത്തിടേണ്ടവന്മാരെ പുറത്തു നിർത്തുകയും ഈ കൊള്ളയെയും കൊള്ളിവെപ്പിനെയും കൊലപാതകത്തെയും ത്യാഗപരിശ്രമമായിട്ട് വെള്ളപൂശുകയും ചെയ്യുന്ന ബ്യൂറോക്രാറ്റുകൾ ഇന്ത്യയെ ഭരിക്കുന്നു എന്നുള്ളത് നാണക്കേടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്. അംബേദ്കറൊക്കെ എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഹെഡ്, എന്താ പറയുക, ചീഫ് എന്നൊക്കെ നമുക്ക് വിളിക്കാം, അല്ലെ പിതാവെന്നൊരു വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ആ അംബേദ്കറൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വള്ളിച്ചൂരലിനടിക്കും ഈ ആളുകളെയൊക്കെ. ഈ ഇന്നത്തെ ഇതുപോലുള്ള ബ്യൂറോക്രാറ്റുകളെ അംബേദ്കറൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അംബേദ്കറോട് തന്നെ ചോദിക്കേണ്ടി വരും. അമ്മാതിരെ പ്രതികരണമായിരിക്കും. കാര്യം അംബേദ്കർ ഈ മുസ്ലിങ്ങളെ അടിത്തറത്തോളം ജിഹാദിനെ വിമർശിച്ചിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല. നരേന്ദ്രമോദി പോലും ഇതുപോലെ പറഞ്ഞിട്ടില്ല. അത്ര ശക്തമായിട്ട് ജിഹാദിനെ എതിർത്തൊരു വ്യക്തിയാണ് ബാബ അംബേദ്കർ എന്ന് പറയുന്നത്. ആ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ എഴുതപ്പെട്ട ഭരണഘടന അടിസ്ഥാനമാക്കി ഭരണം നടത്തുന്ന, അതിൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഈ ആളുകളൊക്കെ എങ്ങനെ ചെയ്യണം അദ്ദേഹം കണ്ടാൽ അദ്ദേഹം ശരിക്കും സംഖ്യയായിട്ട് വല്ല ചാണകവെള്ളവും തെളിക്കേണ്ടി വരും ശുദ്ധീകരിക്കാൻ വേണ്ടി. ഓക്കെ, ചാണകം തെളിച്ച് ശുദ്ധിയാവും എന്നുള്ളതൊക്കെ അത് നിരീശ്വരവാദികൾക്ക് ഇടുന്നു, എൻ്റെ വിഷയമല്ല. ഓക്കെ, ഖുറാനിലെ ജിഹാദിന്റെ അർത്ഥം എന്താ? ഇവന്മാര് പറയുന്ന പോലെ ഖുറാനകത്ത് സ്വയത്തോടുള്ള ജിഹാദ്, ഇബ്ലീസിനോടുള്ള ജിഹാദ്, കാഫിറുകളോടുള്ള ജിഹാദ്, മുനാഫിക്കുകളോടുള്ള ജിഹാദ്, അങ്ങനെ പല ജിഹാദൊന്നും ഇല്ല. അങ്ങനെ ഏതവന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഫ്രോഡാ. ഖുറാനകത്ത് അങ്ങനെ പല ജിഹാദൊന്നുമില്ല. നാട്ടുകാരെ വെട്ടിക്കൊള്ളുന്ന ജിഹാദ് മാത്രമേ ഖുറാനകത്തുള്ളൂ. അതിന്റെ തെളിവ് വേണോ? തെളിവ് തരാം. സഹീഹുൽ ബുഖാരിയിലെ ബുക്ക് നമ്പർ 25 ഹദീത്ത് നമ്പർ 4 ദിവ്യായ സർ എഴുതിയെടുത്തോളൂ. സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 25 ഹദീത്ത് 4 സഹീഹായ ഹദീത്താണ്. അതായത് ശരീഅത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം 100% അംഗീകരിക്കുകയും അവരുടെ ഭരണഘടനയുടെ ഭാഗമായ ഹദീത്താണിത്. ശരീഅത്തിന്റെ ഭാഗമാണ്. നരേറ്റഡ് ബൈ ആയിഷ നിവേദനം. ദ പ്രോഫറ്റ് സെൻഡ് മൈ ബ്രദർ അബ്ദുൽ റഹിമാൻ വിത്ത് മീ ടു തനീം. എന്റെ സഹോദരൻ അബ്ദുൽ റഹിമാനെ എൻ്റെ ഒപ്പം താനീമിലേക്ക് വിട്ടു. ഫോർ ഉംറ ചെയ്യാൻ വേണ്ടി വിട്ടു. ഹി മെയ്ഡ് മീ റൈഡ് ഓൺ എ പാക്ക് സ്ലൈഡ് ഓഫ് എ ക്യാമൽ. ഒരു ഒട്ടകപ്പുറത്ത് എന്നെ അവൻ യാത്ര ചെയ്യിച്ചു. ഉമർ പറഞ്ഞു, ബി റെഡി ടു ട്രാവൽ ഫോർ ഹജ്ജ്. ഹജ്ജിന് പോകാൻ തയ്യാറാകുക. ആസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 2 കൈൻഡ് ഓഫ് ജിഹാദ്. 2 തരം ജിഹാദാണുള്ളത്. അതിൽ ഒരു തരം ജിഹാദ് ഹജ്ജാണ്. അപ്പൊ 2ാം തരം ജിഹാദ് ഏതാ? ഈ വെട്ടിക്കൊല്ലം ഖുറാനകത്ത് പറഞ്ഞ വ്യക്ത 2 ജിഹാദേ സുന്നയുടെ അകത്തുള്ളൂ. അതായത് ശരീഅത്തിനകത്ത് സഹീഹ് ഹദീത്തിനകത്തും ഖുറാനകത്തും പറയുന്ന 2 ജിഹാദേ ഉള്ളൂ. ഒരു ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. 2ാമത്തെ ജിഹാദ് എന്താ? ആളുകളെ വെട്ടിക്കൊല്ലുന്നത്, കാഫറുകളെ കൊന്ന് കൊള്ളയടിക്കുന്നതാണ്, ഹൈവേ റോബറിയാണ്, കൊള്ളസംഘം നടത്തുന്നതാണ് 2ാമത്തെ ജിഹാദ്. അപ്പോൾ ഒരു ജിഹാദ് ഹജ്ജ് ചെയ്യുക, 2ാമത്തെ ജിഹാദ്. 2 തരം ജിഹാദേ ഉള്ളൂ. ദർ ആർ ഓൺലി 2 kinds of ജിഹാദ്. വൺ ഓഫ് ദ 2 kind of ജിഹാദ് ആണ് ഈ പറയുന്ന ഹജ്ജ്. അപ്പൊ ചെയ്യുന്നുണ്ടോ? വിശുദ്ധമല്ലേ ജിഹാദ്? ഹജ്ജ് ചെയ്യുന്ന പോലെ വിശുദ്ധമായൊരു കർമ്മമല്ലേ ജിഹാദ്? ആളുകളെ കൊല്ലുന്നതും ജിഹാദാണ്. അപ്പോൾ ഇതിൽ ഏത് ജിഹാദാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്? 2 തരം ജിഹാദുണ്ട്. ഹജ്ജിനെ ഒരു തരം ജിഹാദായിട്ടാണ് പറയുന്നത്. 2ാമത്തെ തരം ജിഹാദ് നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ. ഖുറാനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആളെ കൊല്ലുന്ന ജിഹാദ്. ഈ ആളെ കൊല്ലുന്ന ജിഹാദാണോ ഹജ്ജ് എന്ന് പറയുന്ന ജിഹാദാണോ ഒരു വ്യക്തി ചെയ്യേണ്ടത്? അതിനും ഉത്തരം ഈ പറയുന്ന ഹദീത്തുകൾക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുനാൻ ഇബ്നു മാജ സഹീഹായ ഹദീത്താണ്, അതായത് ശരീഅത്തിന്റെ ഭാഗമാണ്. സുനാൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 25 ഹദീത്ത് നമ്പർ 20. ഇറ്റ് വാസ് നരേറ്റഡ് ദാറ്റ് ആയിഷ സെഡ്. ഇതും ആയിഷ പറഞ്ഞ നിവേദനമാണ്. ഐ സെഡ്, ഓ മെസഞ്ചർ ഓഫ് അല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ഈസ് ജിഹാദ് ഒബ്ലിഗേറ്ററി ഫോർ വുമൺ?
സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമാണോ? കാര്യം ജിഹാദ് പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അപ്പോൾ സ്ത്രീകൾക്ക്, അതായത് ജിഹാദ് പുരുഷന്മാർക്ക് നിർബന്ധമാണ്. 2 തരം ജിഹാദാണുള്ളത്. ഒന്ന് ഹജ്ജ്, ഒന്ന് ആളുകളെ വെട്ടിക്കൊല്ലുന്ന പരിപാടി. അപ്പോൾ ഈ ജിഹാദ് സ്ത്രീകൾക്ക് നിർബന്ധമാണോ? അപ്പോൾ ഹീ സെഡ്, മുഹമ്മദ് എന്ത് പറഞ്ഞു? യെസ്, അപ്പോൺ ദം ഈസ് എ ജിഹാദ്. സ്ത്രീകളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടുള്ള ഒരു ജിഹാദുണ്ട്. ഇൻ വിച്ച് ദർ ഇസ് നോ ഫൈറ്റിംഗ്, അൽ ഹജ്ജ് ആൻഡ് അൽ ഉംറ. സ്ത്രീകൾക്കുള്ള ജിഹാദുണ്ട്. അതാണ് യുദ്ധമൊന്നുമില്ലാത്ത ജിഹാദ്. അത് ഹജ്ജും ഉംറയുമാണ്. അപ്പോൾ 2 തരം ജിഹാദാണ് ഖുറാനും ഹദീത്തും പഠിപ്പിക്കുന്നത്. ഒന്ന് പുരുഷന്മാർക്കുള്ള ജിഹാദ്. അത് ആയുധം ഉപയോഗിച്ചുള്ള ജിഹാദാണ്, വെട്ടിക്കൊലയാണ്, കാഫറുകളെ കൊല്ലുന്ന ഭീകരപ്രവർത്തനം. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഭീകരപ്രവർത്തനം, കൊള്ള സംഘം, എന്തൊക്കെ പേരിട്ട് നിങ്ങൾക്ക് വിളിക്കാമോ അത്രയ്ക്ക് വൃത്തികെട്ട ആളുകളെ കൊന്ന് കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ പരിപാടിയാണ് ആ പുരുഷന്മാരുടെ ജിഹാദ് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ജിഹാദാണ് ഈ പറയുന്ന ഹജ്ജും ഈ ധ്യാനവും ആത്മീയതയൊക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ള ജിഹാദാണ്, പുരുഷന്മാർക്കുള്ള ജിഹാദല്ല. അപ്പോൾ ജിഹാദ് ചെയ്യാത്ത പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളല്ല, യഥാർത്ഥ മുസ്ലിങ്ങളല്ല. ഏത് ഹജ്ജ് ചെയ്യാത്ത പുരുഷന്മാരല്ല, ഈ പുരുഷന്മാർക്കുള്ള ജിഹാദ്. അപ്പോൾ മുമ്പിലിരിക്കുന്ന മുസ്ലിം പുരുഷനാണെങ്കിൽ അവൻ്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫറുകളെ കൊല്ലുക എന്നുള്ളതാണ്. മുമ്പിലിരിക്കുന്ന മുസ്ലിം സ്ത്രീ ആണെങ്കിൽ അവരുടെ ജിഹാദാണ് ഈ പറയുന്ന ഹജ്ജ് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന സ്വന്തത്തോടുള്ള ജിഹാദ് എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്കുള്ള പരിപാടിയാണ്, പുരുഷന്മാർക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നേരിട്ട് ഭീകരാക്രമണം നടത്തിയ ആളുകളെ കൊന്നിട്ടുള്ള എത്ര മുസ്ലിം സ്ത്രീകളുണ്ട്? കേരളത്തിലും ഇന്ത്യയിലൊക്കെ എത്രത്തോളം ഭീകരാക്രമണങ്ങൾ നടന്നു, എത്രത്തോളം മുസ്ലിം തീവ്രവാദി ആക്രമണങ്ങൾ നടന്നു. പെഹൽഗാമിൽ നടന്നു, മുംബൈയിൽ നടന്നു, എവിടെയൊക്കെ ഡൽഹിയിൽ എത്ര പ്രാവശ്യം നടന്നു, എവിടെയൊക്കെ ഭീകരാക്രമണങ്ങൾ, ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം നടത്തിയിട്ടുള്ള ആരാ? മുസ്ലിം പുരുഷന്മാരാ, സ്ത്രീകളല്ല. കാരണം സ്ത്രീകൾക്ക് ജിഹാദുണ്ട്. അത് ഈ ആളുകളെ കൊല്ലുന്ന മുസ്ലിം പുരുഷന്മാർ ആളുകളെ കൊല്ലുന്ന ജിഹാദ് നടത്തുന്ന പോലെയല്ല. സ്ത്രീകൾക്ക് നിർബന്ധമായ ജിഹാദ് ഹജ്ജ്, പുരുഷന്മാർക്ക് നിർബന്ധമായ ജിഹാദ് ആളെ കൊല്ലുന്ന പരിപാടി. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഉഡായിപ്പാണ് ദിവ്യാസേനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ ജിഹാദിനെ കാണിച്ച് പുരുഷന്മാരുടെ ജിഹാദിനെ വിൽക്കുന്ന ഉഡായിപ്പ് പരിപാടിയാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വായിക്കേണ്ട ഒരു ഗ്രന്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫതഹുൽ മുഈൻ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഈ ഫതഹുൽ മുഈൻ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ജിഹാദ്, സാമൂഹിക ബാധ്യതകൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ സാമൂഹിക ബാധ്യതകൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ജിഹാദിനെ കുറിച്ച് ഒരു ഏരിയ തന്നെ ഉണ്ട്. അതിനെ കൃത്യമായിട്ട് പറഞ്ഞ ആയുധമില്ലാത്തവന് ജിഹാദ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. ആയുധമില്ലാത്തവനും സ്ത്രീകൾക്കും ജിഹാദ് നിർബന്ധമല്ല എന്ന്. ആയുധമില്ലാത്തവൻ എങ്ങനെ ജിഹാദ് നടത്തുമെന്നാണ് ഈ പറയുന്ന ഫതഹുൽ മുഈൻ എഴുതിയ മലയാളി പണ്ഡിതൻ ചോദിക്കുന്നത്. എങ്ങനെ ആയുധമില്ലാത്തവൻ ജിഹാദ് നടത്തും? ആയുധമില്ലാത്തവന് ജിഹാദ് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അപ്പം ആയുധം കൊണ്ട് നടത്തുന്ന ഒന്നാണ് ജിഹാദ്. അത് സ്വയം വെട്ടിച്ചാവുന്നതോ സ്വയം ഉപവാസം ഇരിക്കുന്നതോ ത്യാഗനിർഭരമായി യാതന അനുഭവിക്കുന്നതോ ഒന്നുമല്ല ജിഹാദ്. കാഫറുകളെ കൊല്ലുന്നതാണ് ജിഹാദ്. പക്ഷെ ദിവ്യായ സയർക്ക് എവിടെന്നോ ജിഹാദ് മാന്യമാണോ നല്ലതാണെന്നൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കാം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കേട്ടപ്പോ എല്ലാരും ഇതിലും വലിയൊരു സമരമോ? ഇപ്പോ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. അതിന് നൽകുന്ന ഉത്തരം, അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ഖുറാനും ഹദീസുകളൊക്കെ വായിച്ചിട്ട്, ഖുറാൻ മുഴുവൻ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട സകല ഹദീസുകളും ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുടെ എല്ലാ പ്രമുഖ പ്രാമാണിക ഹദീസുകളും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ജിഹാദ് എന്ന ആളെ കൊല്ലുന്ന ജിഹാദാണെന്നാണ് ഖുറാനകത്തും ഹദീസുകൾക്കകത്തും ഇത്രത്തോളം പരസ്യമായിട്ട്, ഇത്രത്തോളം വ്യക്തമായിട്ട്. ഖുറാനാണല്ലോ ഇവിടെ പ്രൈമറി ഗ്രന്ഥം, അതിനകത്തും കൃത്യമായിട്ടല്ല എഴുതി വെച്ചിരിക്കുന്നത് കാഫറുകളെ കൊല്ലുന്ന, വാള് വെച്ച് വെട്ടുന്നതാണ് ജിഹാദ് എന്ന്. ഇതൊന്നും കാണാതെ ഈ പുള്ളിക്കാരിക്ക് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ത്യാഗമാണ്. എന്തോ പുള്ളിക്കാരി പറഞ്ഞേ, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ജിഹാദിന് ചെയ്യാനുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കേട്ടപ്പോ എല്ലാരും ഇതിലും വലിയൊരു സമരമോ? ഇപ്പോ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. അതിന് നൽകുന്ന ഉത്തരം അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്. അതായത് ഖുറാനകത്തും ഹദീസുകൾക്കകത്തും പ്രൈമറി സോഴ്സുകൾക്കകത്തും എല്ലാം പറയുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ജിഹാദ്, ഏറ്റവും മഹത്തരമായ ജിഹാദ്, ഇതിലും വലിയ ജിഹാദ് എന്ന് പറയുന്നത് എന്താണ്? കാഫറുകളെ കൊല്ലുന്നതാണ്. അത് കൊള്ളയടിച്ചാലും കുഴപ്പമില്ല, കൊലപാതകം നടത്തിയാലും കുഴപ്പമില്ല, അങ്ങനെ കാഫറുകളെ കൊല്ലുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്ന ഖുറാൻ ഹദീസിലുള്ളപ്പോൾ ഇതിലൊന്നുമില്ലാത്ത ഏതോ ഒരു സാധനം പുള്ളിക്കാരി പറയുക. ഇത് എവിടെ നിന്ന് കിട്ടി? സാധാരണ ഹദീസുകൾക്കകത്ത്, സഹിഹായ ഹദീസുകൾക്കകത്തൊന്നുമില്ല. ഇതെവിടെ നിന്ന് കിട്ടിയെന്നറിയണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഈ സാധനം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് എവിടെ നിന്നാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. നമ്മുടെ എം അക്ബർ സാഹിബിൻ്റെ, ഇത് ഇപ്പം തീരുവാട്ടോ, ലാസ്റ്റ് സ്ലൈഡാണ്, ഇതുകൊണ്ട് കഴിഞ്ഞു. അതിനുശേഷം ആളുകൾക്ക് വിളിക്കാനുള്ള അവസരം തരാം. എം അക്ബർ സാഹിബിൻ്റെ ഒരു സംഭവമുണ്ട്, സ്നേഹ സംവാദം വെബ്സിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹസംവാദം.org എന്ന് കൊടുത്താൽ മതി. അതിനകത്ത് ഈ ജിഹാദിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. 5/1/2019 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. എം അക്ബറിൻ്റെ സ്നേഹസംവാദം, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്നേഹസംവാദം എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് മാഗസിൻ്റെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് പ്രധാനപ്പെട്ട ജിഹാദ്? ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള സോഴ്സ്, അതായത് എത്രത്തോളം സോഴ്സുകൾ, ഞാനിവിടെ 6-7 തെളിവുകൾ ഖുറാനകത്ത് നിന്ന് എടുത്തു, 2 ഹദീസുകൾക്കകത്ത് നടത്തും എന്താണ് യഥാർത്ഥ ജിഹാദ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇവർ പറഞ്ഞ സംഭവം ഇതിനകത്ത് ഏതാണ് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. സ്വന്തം ഇച്ഛകൾക്കും തൃഷ്ണകൾക്കും എതിരായുള്ള പോരാട്ടമാണ് അടർക്കളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള യുദ്ധത്തെക്കാൾ മഹത്തരമെന്ന് സ്ഥാപിക്കാനായി നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവ വിവരണം അടിസ്ഥാനരഹിതമാണെന്നും നിവേദന പരമ്പര ദുർബലമാണെന്നും ഹദീത്ത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞ സംഭവം കേട്ടോ. അനുചരന്മാർ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ നല്ലൊരു വരവാണ് നിങ്ങൾ വന്നത്, ചെറിയൊരു ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്ക്, സ്വന്തം ഇച്ഛകൾക്കെതിരെ ദൈവദാസന്മാർ നടത്തുന്ന പോരാട്ടത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പ്രവാചകൻ പറഞ്ഞതായി ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം ചെയ്തതായി തരീഖുൽ ബാഗ്ദാദിയിൽ രേഖപ്പെടുത്തിയ ഹദീത്താണിത്. ഈ പദങ്ങൾ യഥാർത്ഥത്തിൽ താബിയായ ഇബ്രാഹിം ഇബ്നു അബ്ഹലിൻ്റെയാണെന്ന് പ്രമുഖ ഹദീത്ത് നിദാന ശാസ്ത്രജ്ഞനായ അന്നസായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹദീത്ത് വ്യാഖ്യാതാക്കളിൽ പ്രസിദ്ധനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി തൻ്റെ ജാമി ഉസ്ഗീറിലും ഇമാം ദഹബി തൻ്റെ അൽ മീസാനിലും ഇമാം ഇബ്നു തൈമിയ തൻ്റെ അൽ ഫുർഖാനു ബൈനൽ ഔലിയ ഉർ റഹ്മാനി വ ഔലിയ ഉ ഷൈത്വാനിലും ഈ ഹദീത്ത് ദുർബലമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മുസ്ലിം പണ്ഡിതന്മാർ ഒന്നടങ്കം വെറും പച്ചക്കള്ളമാണ്, മുഹമ്മദിന്റെ ഒന്നുമല്ല, നാട്ടുകാർ ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഹദീത്ത്, ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്നതല്ല, സഹീഹായ ഹദീത്തുകൾക്കകത്ത് പറഞ്ഞിരിക്കുന്നതല്ല, നമ്മൾക്ക് ഈ സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന സഹീഹ് ബുഖാരിയിലോ സഹീഹ് മുസ്ലിമിലോ ജാമി തിർമിദിയിലോ ഇബ്നു മാജയിലോ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഏതോ ഒരു ഇറാഖിനകം കണ്ട് ഉണ്ടായ തരീഖുൽ ബാഗ്ദാദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഏതോ ഒരുത്തം പറഞ്ഞ കാര്യം മുസ്ലിങ്ങൾ പോലും നുണയാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും എടുത്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ജിഹാദിനെ ന്യായീകരിക്കുന്നത്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഖുറാനാണല്ലോ ഇസ്ലാമിക പ്രാമാണികമായ പ്രൈമറി സോഴ്സ്, അത് റെഡിലി അവൈലബിൾ ആ കേരളത്തിൽ. റെഡിലി അവൈലബിൾ ആയ ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്ന ജിഹാദ് അവർ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഹദീത്തുകൾ ഇന്നത്തെ കാലത്ത് റെഡിലി അവൈലബിൾ ആണ്, സഹിഹായ സകല ഹദീത്തുകളും, അതും അവർ കണ്ടിട്ടില്ല. ഏതോ ഇറാഖി എഴുതിയുണ്ടാക്കിയ കള്ളത്തരമാണെന്ന് മുസ്ലിം പണ്ഡിതന്മാരെല്ലാം ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള താരീഖ് ബാഗ്ദാദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ജിഹാദിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു കള്ളക്കഥ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ജിഹാദിനെ ന്യായീകരിക്കുകയാണ് ഒരു IAS കാരി. സത്യം പറ, നിങ്ങൾക്ക് എങ്ങനെ IAS കിട്ടിയത്? അതോ ഇപ്പൊ ഈ പറയുന്ന പരിപാടി ആരെങ്കിലും എഴുതി തന്നിട്ട് നോക്കി വായിച്ചതാണോ? അതോ ഇതുവല്ല ഈ മനോരമയിലൊക്കെ വാർത്ത പോലെ പരസ്യം കൊടുക്കുമല്ലോ,
താഴെ ഒരു ചെറിയ അക്ഷരത്തിൽ അഡ്വർടൈസ്മെന്റ് എന്ന് അല്ലെങ്കിൽ ADV എന്നിട്ടൊരു കുത്തിട്ടുണ്ടാവും താഴെ കുഞ്ഞക്ഷരത്തിൽ. പെട്ടെന്ന് നോക്കണം വാർത്തയാന്ന് വിചാരിക്കും, ശരിക്കും അത് പരസ്യമാണ്. അതുപോലെ എന്തെങ്കിലും പരിപാടിയാണോ? പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്ന പരിപാടി വല്ലതാണോ? പ്രിയ ദിവ്യ മാഡം, ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരു വ്യക്തിപരമായ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ പോട്ടെ എന്ന് വെക്കാം. നിങ്ങളുടെ പദവിക്കൊരു വിലയുണ്ട്. ആ വില കളഞ്ഞിട്ട് ഇമ്മാതിരെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നതിനകത്ത് ഒരു അടിസ്ഥാനമില്ല. ഇതെനിക്ക് നേരത്തെ പറഞ്ഞൊന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ഇലക്ഷന് നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടങ്ങ് പറയാമെന്ന് വെച്ചു. ഇപ്പം ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നല്ലോ, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ വോട്ടൊന്നും കുറയാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് നല്ല മനസ്സറിഞ്ഞങ്ങ് തന്നത്. ദൈവത്തെ ഓർത്ത് പഠിക്കാതെ അറിയാതെ ആരിഫ് ഹുസൈനെ, ദിവ്യയെ ദയവ് ചെയ്ത് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ നിൽക്കരുത്. അറിയാത്ത കാര്യങ്ങളെ അറിവില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, അങ്ങനെ തന്നെ പറയാൻ ശീലിക്കുക. ദയവ് ചെയ്ത് ഈ ജിഹാദികളെ അകത്തിടാനുള്ള പണി നോക്കുക. അല്ലാതെ ഈ ജിഹാദിനെ കൊല വിളിക്കുന്ന ജിഹാദിനെ ത്യാഗപരിശ്രമമൊന്നും നിരന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ദിവ്യ മാഡം നിൽക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടെ സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ ഒരു കോള് വായിച്ചിട്ട് നിർത്തുവാണ്. സൗദി ഗ്രാൻഡ് മുഫ്തി ടെൽസ് യങ് സൗദീസ് നോട്ട് ടു ഹീഡ് കോൾ ടു ജിഹാദ്. സൗദി ഗ്രാൻഡ് മുഫ്തിയോട് പറഞ്ഞിട്ട് എൻ്റെ പൊന്നുമക്കളെ ജിഹാദ് ചെയ്യാൻ പോകരുതെന്ന്. ദിവ്യേസർ പറഞ്ഞ് ജിഹാദ് നല്ലതാണ്, മക്കളെ ജിഹാദ് ചെയ്തോളാം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്.